ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 11ാമത്തെ പാഠഭാഗമായിട്ടുള്ള സ്വരുക്കൂട്ടാം കരുതി വെക്കാം എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ ഫുൾ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആക്ടിവിറ്റീസ് നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണാം. ഇവിടെ ടീച്ചർ പറയാണ്, ഗുഡ് മോർണിംഗ്, എല്ലാവരും സന്തോഷത്തിലാണല്ലോ. ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞിരുന്നത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഒരു കുട്ടി പറയാണ്, ടീച്ചർ ഞാൻ എടുത്തു, ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് അക്കൗണ്ട് എടുക്കണം കേട്ടോ എന്ന് ടീച്ചർ പറയാണ്. ടീച്ചറും കുട്ടികളും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. എന്തിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ്? ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിനെ കുറിച്ചാണല്ലോ. അപ്പോൾ അവിടെ ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ബാങ്കിനെ കുറിച്ചും ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ചും നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പറയുന്നത് ബാങ്കുകളെ കുറിച്ചിട്ട്, ബാങ്കിലെ അക്കൗണ്ടുകളെ കുറിച്ചിട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ? പൊതുജനങ്ങളിൽ നിന്നും പണം നിക്ഷേപമായി സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് പണം വായ്പയായി നൽകുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ. ഓക്കെ, പൊതുജനങ്ങളിൽ നിന്നും പണം നിക്ഷേപമായി സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് പണം വായ്പയായി നൽകുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ. ഇനി ഇന്നത്തെ രീതിയിലുള്ള ബാങ്കുകൾ രൂപം കൊണ്ടത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് ബാങ്കുകളുണ്ട് അല്ലേ? അപ്പോൾ ബാങ്കിൽ നമുക്ക് എന്ത് വേണം? പണം വേണം അല്ലേ? അപ്പോൾ ശരിക്കും എന്താണ് പണം എന്ന് പറഞ്ഞാൽ? സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് പകരമായി സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും പൊതുവെ പണം എന്ന് വിളിക്കാം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം നിശ്ചയിച്ച് കൈമാറ്റം സുഗമമാക്കാൻ സഹായിക്കുന്നതാണ് പണം എന്ന് പറയുന്നത്. അപ്പോൾ സാധനങ്ങൾക്ക് അല്ലെങ്കിൽ സേവനങ്ങൾക്ക്, സേവനം എന്ന് ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോവുകയാണല്ലേ, ഡോക്ടർ നമ്മളെ നോക്കി പരിശോധിക്കുന്നത് എന്താണ്? ഒരു സേവനമാണ്. അപ്പോൾ ഡോക്ടർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഫീസ് കൊടുക്കണം. അപ്പോൾ ആ സേവനത്തിന് നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് ആ ഒരു ഫീസ് എന്ന് പറയുന്നത്. അതാണ് സേവനത്തിന് കിട്ടുന്ന പണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബാങ്കുകൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? മിച്ചം വന്ന പണം വ്യക്തികൾ ആവശ്യക്കാർക്ക് വായ്പ നൽകാൻ തുടങ്ങിയത് പ്രാദേശികമായി പണമിടപാട് നടത്തുന്ന വ്യക്തികളുടെ ആവിർഭാവത്തിന് കാരണമായി അല്ലേ? ലോക്കൽ മണി ലെഡേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് നിന്നൊക്കെ പൈസ വാങ്ങിക്കും, പക്ഷെ അവരുടെ അടുത്ത് എന്താണ്? കൊള്ളപ്പലിശയായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. വായ്പ ആവശ്യമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ പണമിടപാട് നടത്തിയിരുന്നവർക്ക് കൂടുതൽ പണം കണ്ടെത്തേണ്ടതായിട്ട് വന്നു. ഇതിനായി അവർ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയത് പണമിടപാട് സ്ഥാപനങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. വായ്പ തിരിച്ചടക്കാനുള്ള ശേഷി, വിശ്വസ്തത എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സ്ഥാപനങ്ങൾ ആവശ്യക്കാർക്ക് പണം വായ്പയായി നൽകിയിരുന്നത്. നിക്ഷേപം സ്വീകരിക്കാൻ വായ്പ നൽകലും ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ വ്യക്തികൾക്ക് ഈ പ്രവർത്തനങ്ങൾ സ്വയം നിർവഹിക്കാൻ കഴിയാതെ വന്നു. ഇത് ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉദയത്തിന് വഴിയൊരുക്കി. അപ്പോൾ എന്താണ്? ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയതോട് കൂടിയിട്ട് ആളുകളുടെ എണ്ണം വർദ്ധിച്ചു അല്ലേ? പക്ഷേ അവിടെ എന്ത് സംഭവിച്ചു? അവരുടെ കയ്യിൽ പണമില്ലാത്തൊരവസ്ഥ വരികയും വിശ്വസ്തത, അതുപോലെ തന്നെ ശേഷി, തിരിച്ചടക്കാനുള്ള ശേഷി ഇല്ലായ്മ തുടങ്ങിയൊക്കെ വന്നതോട് കൂടിയിട്ടാണ് ബാങ്കുകൾ എന്നുള്ള ആ ഒരു സമ്പ്രദായത്തിലേക്ക് വന്നത്. ഇനി ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ഭാഷയിലെ ബാങ്ക, ഫ്രഞ്ച് ഭാഷയിലെ ബാങ്ക് എന്നീ പദങ്ങളിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ബാങ്ക് എന്ന വാക്കുണ്ടായത്. രണ്ട് വാക്കുകളുടെയും അർത്ഥം ബെഞ്ച് എന്നാണ്. പണ്ട് ഇറ്റാലിയൻ തെരുവുകളിൽ സ്വർണവും വെള്ളിയും ഒക്കെ ഈടയായി സ്വീകരിച്ച് വ്യാപാരികൾ പണം കടം കൊടുത്തിരുന്നു. നാണയങ്ങൾ നിരത്തിവെച്ച ബെഞ്ചുകളിൽ ഇരുന്നാണ് അവർ ഇടപാടുകൾ നടത്തിയിരുന്നത്. അപ്പോൾ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ബാങ്ക് എന്നുള്ള പദം നിലവിൽ വന്നത്. അപ്പോൾ പ്രാദേശിക പണമിടപാട് സ്ഥാപനങ്ങൾ ബാങ്കുകളായി വളർന്നപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു? കൂടുതൽ പേർക്ക് വായ്പ കിട്ടാൻ വേണ്ടി തുടങ്ങി അല്ലേ? അതുപോലെ തന്നെ ചൂഷണം, ഒരുപാട് കൊള്ളപ്പലിശ എന്നുള്ള ആ ഒരു ചൂഷണം അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറഞ്ഞു. ജനങ്ങളിൽ സമ്പാദ്യശീലവും വർദ്ധിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടുകൂടിയാണ് ഇന്ത്യയിൽ പുതിയൊരു ബാങ്കിംഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. കേരളത്തിലെ ആദ്യ ബാങ്ക് 1899 കോഴിക്കോട് ആസ്ഥാനമായി സ്ഥാപിതമായ നെടുങ്ങാടി ബാങ്കാണ്. അപ്പു നെടുങ്ങാടിയാണ് ഈ സ്വകാര്യ ബാങ്ക് സ്ഥാപിച്ചത്. 1935 സ്ഥാപിക്കപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്.
അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസികളും അച്ചടിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. വായ്പ നിയന്ത്രിക്കുന്നത് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ്റിൻ്റെ ബാങ്കായി പ്രവർത്തിക്കുന്നത് ഇതൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്കിൻ്റെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വായനക്കാർഡ് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പേരെന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്ഥാപിച്ചത് 1935-ലാണ്. ധർമ്മങ്ങൾ: 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിക്കുന്നു, വായ്പ നിയന്ത്രിക്കുന്നു, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു, ബാങ്കിൻ്റെ ബാങ്കായിട്ട് ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. മേലെ കൊടുത്ത പോയിന്റ് തന്നെയാണ്, ജസ്റ്റ് അതൊന്ന് എടുത്തെഴുതിയാൽ മതി. ഇനി ബാങ്കുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വിറ്റ് കിട്ടിയ 5 ലക്ഷം രൂപ കയ്യിലുണ്ട്. അടുത്ത വർഷം മകളുടെ ഉന്നത പഠനത്തിനായി ഈ തുക വേണ്ടിവരും. അതുവരെ ഈ പണത്തിൽ നിന്നും വരുമാനം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഒരു അച്ഛൻ പറയാണ്. ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വീടിന് 12 ലക്ഷം രൂപയാകും. എൻ്റെ കൈവശം 5 ലക്ഷം രൂപയേ ഉള്ളൂ. ബാക്കി 7 ലക്ഷം രൂപ കടമായി വാങ്ങാം. 15 വർഷത്തിനകം തവണകളായി തിരികെ നൽകാം. 2 സാഹചര്യങ്ങളും പരിശോധിക്കും. 2 വ്യക്തികളുടെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് അച്ഛനവിടെ വേണ്ടത്? 5 ലക്ഷം രൂപ അപ്പോൾ കയ്യിൽ വേണ്ട, അടുത്ത വർഷം മതി. അപ്പോൾ അത് ബാങ്കിലിടുകയാണ്. അപ്പോൾ എന്താണ്? അതിൽ നിന്നും വരുമാനവും കിട്ടും. ഇനി അടുത്ത ആൾക്ക് എന്താണ്? 12 ലക്ഷം വേണം, അവിടെ 7 ലക്ഷമേ കയ്യിലുള്ളൂ, ബാക്കിയുള്ളത് ബാങ്കിൽ നിന്ന് എടുത്തിട്ട് പതുക്കെ തിരിച്ചടച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾക്ക് പൈസ ബാങ്കിൽ നിന്നും കടമെടുക്കണം, മറ്റൊരാൾക്ക് ബാങ്കിൽ നിന്നും വരുമാനവും കിട്ടണം. അപ്പോൾ വ്യക്തികളുടെ ഇത്തരം ആവശ്യങ്ങൾ സാധ്യമാക്കുന്നത് ബാങ്കുകളാണ്. നിക്ഷേപകരുടെയും വായ്പ സ്വീകരിക്കുന്നവരുടെയും മധ്യവർത്തികളായി ബാങ്കുകൾ നിലകൊള്ളുന്നു. പൊതു നിയമാവലിയുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഇനി ചിത്രം നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കാനാണ്. നിക്ഷേപകർ, വായ്പ സ്വീകരിക്കുന്നവർ. അപ്പോൾ നിക്ഷേപകർ വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, സർക്കാർ ഏതുമായിക്കോട്ടെ, അവിടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയാണ് ബാങ്കിൽ നിന്നും ചെയ്യുന്നത്. തിരികെ എന്ത് ചെയ്യുന്നു? വായ്പകൾ നൽകുന്നു. ആർക്ക്? വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സർക്കാരിനോ. ഇനി അടുത്തത് വ്യക്തികളോ സ്ഥാപനങ്ങളോ സർക്കാരോ നിക്ഷേപങ്ങൾ പലിശയോടുകൂടി തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വായ്പ പലിശയോടുകൂടി തിരിച്ചടക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ നിക്ഷേപകർ, വായ്പ സ്വീകരിക്കുന്നവർ എന്ന് 2 കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിക്ഷേപകർ എന്നുള്ളിടത്ത് എന്താ എഴുതാം? വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. നിക്ഷേപ തുക പലിശയോടെ തിരികെ നൽകുന്നു. ഇനി വായ്പ സ്വീകരിക്കുന്നവരായിക്കോട്ടെ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്ന് വെച്ച് വായ്പകൾ നൽകുന്നു. വായ്പ തുക പലിശയോടെ തിരികെ വാങ്ങുന്നു. ഇനി വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവരിൽ നിന്നും ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. നിക്ഷേപങ്ങൾ നിശ്ചിത കാലാവധിക്ക് ശേഷം പലിശയോടുകൂടി ബാങ്ക് തിരികെ നൽകുന്നു. ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്നാണ് ബാങ്ക് ആവശ്യക്കാർക്ക് പണം വായ്പയായിട്ട് നൽകുന്നത്. വായ്പ സ്വീകരിക്കുന്നവർ പലിശയോടുകൂടി ഈ തുക ബാങ്കിന് തിരികെ നൽകുന്നു. ബാങ്കിംഗ് വ്യവസായം നടത്തുന്ന വ്യക്തിയെയോ സ്ഥാപനത്തെയോ ബാങ്കർ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ്? വ്യക്തികളോ സ്ഥാപനങ്ങളോ സർക്കാരോ ആരിൽ നിന്നെങ്കിലും പണമൊക്കെ നിക്ഷേപിക്കാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ വെച്ചുകൊണ്ടാണ് ആവശ്യക്കാർക്ക് പൈസ കൊടുക്കുന്നത്. ഒരു നിശ്ചിത മാനദണ്ഡത്തോടു കൂടിയായിരിക്കും. കൂടാതെ പലിശ തിരിച്ചടക്കുകയും വേണം, അല്ലേ? അപ്പോൾ ഇതൊക്കെ നടത്തുന്ന ആ ആളെയാണ്, ആ സ്ഥാപനത്തെയോ വ്യക്തിയെയോ നമ്മൾ ബാങ്കർ എന്ന് അറിയപ്പെടുന്നു. ഇനി ഇവിടെ ചോദ്യം ചോദിക്കുന്നുണ്ട്. ബാങ്കുകൾ നിക്ഷേപകരുടെയും വായ്പ സ്വീകരിക്കുന്നവരുടെയും മധ്യവർത്തികളാണ്. ഈ പ്രസ്താവന സാധൂകരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഉത്തരം: വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവരിൽ നിന്നും ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. അതുപോലെ നിക്ഷേപങ്ങൾ നിശ്ചിത കാലാവധിക്ക് ശേഷം പലിശയോടുകൂടി ബാങ്ക് തിരികെ നൽകുന്നു. ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്നാണ് ബാങ്ക് ആവശ്യക്കാർക്ക് പണം വായ്പയായി നൽകുന്നത്. വായ്പ സ്വീകരിക്കുന്നവർ പലിശയോടുകൂടി ഈ തുക ബാങ്കിന് തിരികെ നൽകുന്നു. നിക്ഷേപകരുടെയും വായ്പ സ്വീകരിക്കുന്നവരുടെയും മധ്യവർത്തിയായിട്ട് ബാങ്ക് നിലകൊള്ളുന്നു. ഓക്കെ. ഇനി അടുത്തത്, ഇവിടെ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരസ്യത്തിൽ പൊതുവായി പരാമർശിച്ചിരിക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഒന്നെന്താണ്? ലോണിനെ കുറിച്ചിട്ടാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കൂടുതലാണ്, ലോണിന് പലിശ കൂടുതലാണ് എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ പണം കടം വാങ്ങുമ്പോൾ അധികമായി തിരികെ നൽകേണ്ടതും നിക്ഷേപങ്ങൾക്ക് അധികമായി ലഭിക്കുന്ന തുകയുമാണ് പലിശ എന്ന് പറയുന്നത്. ഇവിടെ നിക്ഷേപത്തിനും വായ്പയ്ക്കും പലിശയുണ്ട്. വായ്പ എടുക്കുന്നവരിൽ നിന്നും ബാങ്ക് ഒരു നിശ്ചിത തുക പലിശയായി ഈടാക്കുന്നു. ഇതിൽ നിന്നാണ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്തുന്നതും പണം നിക്ഷേപിച്ചവർക്കുള്ള പലിശ കണ്ടെത്തുന്നതും. ഓക്കെ.
ഇനി ഇവിടെ അടുത്തൊരു ചോദ്യമുണ്ട്. മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ച് നിക്ഷേപത്തിനാണോ വായ്പക്കാണോ കൂടുതൽ പലിശ എന്ന് കണ്ടെത്തൂ, എന്തുകൊണ്ടെന്ന് ചർച്ച ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, നിക്ഷേപത്തിനും വായ്പയ്ക്കും പലിശയുണ്ട്. വായ്പ നൽകുന്നവരിൽ നിന്നും ബാങ്ക് ഒരു നിശ്ചിത തുക പലിശയായി ഈടാക്കുന്നു. ഇതിൽ നിന്നാണ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്തുന്നതും പണം നിക്ഷേപിച്ചവർക്കുള്ള പലിശ നൽകുന്നതും. വായ്പകളുടെ പലിശ നിരക്ക് നിക്ഷേപങ്ങൾക്ക് കൂടുതൽ പലിശ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. ഈ പലിശകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കുകളുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ അക്കൗണ്ട് തുടങ്ങാം എന്നാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരും അക്കൗണ്ടൊക്കെ എടുത്തിട്ടുണ്ടാവോ? ഇല്ലോ, ചിലവരൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ? ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കൊരു അക്കൗണ്ട് തുടങ്ങണം. അപ്പോൾ ഇവിടെ ഒരു കുട്ടി പറയാണ്, എനിക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനായി അമ്മയോടൊപ്പമാണ് ഞാൻ ബാങ്കിലേക്ക് പോയത്. എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡിൻ്റെ കോപ്പിയും മറ്റു രേഖകളും അമ്മ കയ്യിൽ കരുതിയിരുന്നു. അക്കൗണ്ട് തുടങ്ങാനുള്ള ഫോറം പൂരിപ്പിച്ച് ഞാൻ അതിൽ ഒപ്പിട്ടു. പൂരിപ്പിച്ച അപേക്ഷയും കൈവശമുണ്ടായിരുന്ന രേഖകളും അമ്മ കൗണ്ടറിൽ ഏൽപ്പിച്ചു. അപ്പോൾ അക്കൗണ്ട് തുടങ്ങാനായി ബാങ്കിൽ പോയ റിയയുടെ അനുഭവമാണ് ഇവിടെ കൊടുത്തത്. നിങ്ങളും ബാങ്ക് അക്കൗണ്ട് എടുത്ത അനുഭവം ക്ലാസ്സിൽ പങ്കുവെക്കാനാണ് പറയുന്നത്. അപ്പോൾ അക്കൗണ്ട് തുടങ്ങാൻ പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ബാങ്കിൽ സമർപ്പിച്ച രേഖകൾ എന്തൊക്കെയാണ്? പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡിൻ്റെ കോപ്പി, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. അല്ലെങ്കിൽ പാസ്പോർട്ട് സൈസ് വേറെ എന്തെങ്കിലും, ഇനി ആധാർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? ബാങ്കും ഇടപാടുകാരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനുള്ള ക്രമീകരണമാണ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇവ രേഖപ്പെടുത്തുന്നതാണ് പാസ്ബുക്ക്. ഇപ്പം എന്താണ് പാസ്ബുക്ക്? ബാങ്കും ഉപഭോക്താവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനമാണ് പാസ്ബുക്ക് എന്ന് പറയുന്നത്. ഉടമയുടെ പേര്, വിലാസം, അക്കൗണ്ടിൻ്റെ സ്വഭാവം, അക്കൗണ്ട് നമ്പർ, ബാങ്കിനെ സംബന്ധിക്കുന്ന അടിസ്ഥാന വിവരങ്ങൾ എന്നിവ ഇതിൽ ഉണ്ടാകും. ഓക്കെ, ഇനി 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ഓക്കെ, 10 വയസ്സിനുള്ള മുകളിലുള്ള എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. 10 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് രക്ഷിതാവിനൊപ്പം സംയുക്ത അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓൺലൈനായിട്ടും ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ബാങ്ക് അക്കൗണ്ട് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, വിവിധ ഗ്രാൻറ്റുകൾ ലഭിക്കുന്നതിന് ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ ആവശ്യമാണ്. സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നതിന്, സമ്പാദ്യശീലം വളർത്തുന്നതിന്, വിവിധ സർക്കാർ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നതിന്, ഇതിനൊക്കെ എന്ത് വേണം? നമുക്ക് ബാങ്ക് അക്കൗണ്ടുകൾ വേണം. അപ്പോൾ വിവിധതരം അക്കൗണ്ടുകളുണ്ട്, വിവിധതരം നിക്ഷേപങ്ങളുമുണ്ട്. ആകാശ് പറയാണ്, ടീച്ചർ, റിയയുടെ പാസ്ബുക്കിൽ റിയയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ, എന്നാൽ എൻ്റെ പാസ്ബുക്കിൽ എൻ്റെയും അമ്മയുടെയും ഫോട്ടോ ഉണ്ടല്ലോ, അതെന്താ എന്ന് ചോദിക്കുകയാണ്. ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ്, ആകാശ്, അത് രണ്ടും 2 തരം അക്കൗണ്ടുകളാണ്. ഉടമസ്ഥയുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് അക്കൗണ്ടുകളെ പ്രധാനമായും 3 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് വ്യക്തിഗത അക്കൗണ്ട്, മറ്റൊന്ന് സംയുക്ത അക്കൗണ്ട്, മറ്റൊന്ന് സ്ഥാപന അക്കൗണ്ട്. അപ്പോൾ വ്യക്തിഗത അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ടാണ്. ആ വ്യക്തിക്ക് മാത്രമേ ഈ അക്കൗണ്ടിലൂടെ ബാങ്കുമായി ഇടപാടുകൾ നടത്താൻ കഴിയും. മറ്റൊന്ന് സംയുക്ത അക്കൗണ്ട് അഥവാ ജോയിൻ്റ് അക്കൗണ്ട് ആണ്. അപ്പോൾ 2 അതിലധികമോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചേർന്ന് ആരംഭിക്കുന്ന അക്കൗണ്ടാണ് സംയുക്ത അക്കൗണ്ട്. മറ്റൊന്ന് സ്ഥാപന അക്കൗണ്ട് അഥവാ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് ആണ്. ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ട്. സ്ഥാപനത്തിലെ അധികാരപ്പെട്ട വ്യക്തിയാണ് അക്കൗണ്ട് ആരംഭിക്കുന്നതും ഇടപാടുകൾ നടത്തുന്നതും. അപ്പോൾ വ്യത്യസ്ത തരം അക്കൗണ്ടുകൾ പരിചയപ്പെട്ടല്ലോ. നിക്ഷേപങ്ങളുടെയും അവയുടെ സ്വഭാവം അനുസരിച്ച് പലതായി തരംതിരിക്കാം. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. നിക്ഷേപങ്ങൾ, ഒന്ന് സമ്പാദ്യ നിക്ഷേപങ്ങൾ അഥവാ സേവിങ്സ് ഡെപ്പോസിറ്റ്, മറ്റൊന്ന് പ്രചലിത നിക്ഷേപങ്ങൾ കറണ്ട് ഡെപ്പോസിറ്റ്, സ്ഥിര നിക്ഷേപങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ആവർത്തിത നിക്ഷേപങ്ങൾ റിക്വയറിംഗ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഇത്രയുമാണ് നിക്ഷേപങ്ങളുള്ളത്. ഇനി ഇത് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്ന് സമ്പാദ്യ നിക്ഷേപങ്ങൾ അഥവാ സേവിങ്സ് ഡെപ്പോസിറ്റ് ആണ്. വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയുള്ള നിക്ഷേപമാണിത്. വ്യക്തിഗത സംയുക്ത അക്കൗണ്ടുകാർക്ക് സമ്പാദ്യ നിക്ഷേപം തുടങ്ങാവുന്നതാണ്. ഈ നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കുറഞ്ഞ നിരക്കിൽ പലിശ നൽകുന്നുണ്ട്. എത്ര തവണ വേണമെങ്കിലും പണം നിക്ഷേപിക്കാം. എന്നാൽ പണം പിൻവലിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുമുണ്ട്. അടുത്തത് പ്രചലിത നിക്ഷേപങ്ങളാണ്. കറണ്ട് ഡെപ്പോസിറ്റ് ആണ്. വ്യാപാരികളെയും വ്യവസായികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിക്ഷേപമാണിത്. ഒരു ദിവസം എത്ര ഇടപാടുകൾ വേണമെങ്കിലും നടത്താം. പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും നിയന്ത്രണങ്ങളില്ല. ഈ നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കുന്നതല്ല. അടുത്തത് സ്ഥിര നിക്ഷേപങ്ങളാണ് അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഒറ്റത്തവണ മാത്രം നിക്ഷേപിക്കുകയും ഒരു നിശ്ചിത കാലയളവിന് ശേഷം നിക്ഷേപം പലിശയോടുകൂടി പിൻവലിക്കുകയും ചെയ്യുന്ന നിക്ഷേപമാണ് സ്ഥിര നിക്ഷേപങ്ങൾ. ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കൂടുതൽ പലിശ നൽകുന്നു. മറ്റൊന്ന് ആവർത്തിത നിക്ഷേപങ്ങളാണ്. റിക്വയറിംഗ് ഡെപ്പോസിറ്റ് ആണ്.
സ്ഥിര നിക്ഷേപത്തിൻ്റെ മറ്റൊരു രൂപമാണിത്. ഒരു പ്രത്യേക കാലയളവിലേക്ക് നിശ്ചിത തുക കൃത്യമായ ഇടവേളകളിൽ ദിവസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിലോ മാസത്തിലോ ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. കാലാവധി പൂർത്തിയായതിനു ശേഷമേ തുക പിൻവലിക്കാൻ കഴിയും. സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടുതൽ പലിശ ലഭിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്തരം നിക്ഷേപങ്ങളൊക്കെ നമ്മുടെ ബാങ്കുകളിൽ ഉണ്ട്. ഇനി അടുത്തൊരു വർക്ക്ഷീറ്റാണ് നിക്ഷേപങ്ങളിൽ കാലയളവ്, പലിശ, പിൻവലിക്കൽ. അതിനടിസ്ഥാനമാക്കി നമുക്കൊന്ന് എഴുതി കൊടുക്കാം. ഒന്നാമത്തേത് സമ്പാദ്യ നിക്ഷേപം. അതിന് കാലയളവ് ബാധകമല്ല, പലിശ കുറഞ്ഞ നിരക്കായിരിക്കും, നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. പ്രചലിത നിക്ഷേപം കാലയളവ് ബാധകമല്ല, പലിശയില്ല, നിയന്ത്രണങ്ങളും ഇല്ല. ഇനി സ്ഥിര നിക്ഷേപം കാലയളവ് ബാധകമാണ്, ഉയർന്ന പലിശയുണ്ടായിരിക്കും, കാലാവധിക്കു ശേഷം മാത്രം പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. ആവർത്തിത നിക്ഷേപം കാലയളവ് ബാധകമാണ്, ഉയർന്ന പലിശ തന്നെയായിരിക്കും, കാലാവധിക്ക് ശേഷം മാത്രം പിൻവലിക്കൽ സാധ്യമാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എഴുതി കൊടുക്കാം. സമ്മാനമായും പോക്കറ്റ് മണിയായും ലഭിക്കുന്ന പണം നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കാറുള്ളത്? നിങ്ങൾക്കൊക്കെ ആരെങ്കിലുമൊക്കെ സമ്മാനം തരും അല്ലെങ്കിൽ പോക്കറ്റ് മണിയൊക്കെ തരാറുണ്ട്. നിങ്ങളത് എന്താ ചെയ്യാറ്? അക്കൗണ്ട് ഉണ്ടെങ്കിൽ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഇട്ട് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മണി ബോക്സ് എന്തെങ്കിലും വാങ്ങിച്ചാൽ അതിലിട്ട് വെക്കാം അല്ലേ. അപ്പോൾ ഇവ സുരുകൂട്ടി വെച്ചാൽ ഭാവിയിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയില്ലേ. സമ്പാദ്യശീലം വളർത്തുന്നതിന് സ്കൂളിൽ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ അന്വേഷിക്കാനാണ് പറയുന്നത്. 1970കളുടെ തുടക്കത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സമ്പാദ്യ പദ്ധതിയാണ് സഞ്ജയ്ക. ഇപ്പോൾ സ്റ്റുഡൻറ് സേവിംഗ് സ്കീം എന്ന പേരിലാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബാങ്കിംഗ് പ്രവർത്തനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടി രൂപപ്പെടുത്തിയതാണിത്. ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ കീഴിലാണിത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്നും അക്കൗണ്ട് നമ്പർ രേഖപ്പെടുത്തിയ പാസ്ബുക്ക് ലഭിക്കുന്നതാണ്. ഇനി വിവിധതരം ബാങ്കുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് ബാങ്കുകളെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കൂ, ഇത് ഏതൊക്കെ ബാങ്കാണ്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, കനറ ബാങ്ക്, SBI, കേരള ബാങ്ക്. ഓക്കെ, ഇനി കൊളാഷ് ശ്രദ്ധിക്കൂ. ഈ ബാങ്കുകളുടെ പേരുകൾ പരിചിതമാണോ? നിങ്ങൾക്കറിയാവുന്ന മറ്റു ബാങ്കുകളുടെ പേര് കൂട്ടിച്ചേർക്കുക. അപ്പം എന്താണ്? ഒന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണത്, മറ്റൊന്ന് കേരള ബാങ്ക്, ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കനറ ബാങ്ക്. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഗ്രാമീണ ബാങ്കുകളുണ്ട്, സഹകരണ ബാങ്കുകളുണ്ട് അല്ലേ. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം അവിടെ. വിവിധതരം ബാങ്കുകളെ പരിചയപ്പെടാം. ഒന്ന് വാണിജ്യ ബാങ്കുകൾ, മറ്റൊന്ന് സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ. അങ്ങനെ 3 തരം ബാങ്കുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതിൽ വാണിജ്യ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ബാങ്കിംഗ് മേഖലയിൽ ഏറ്റവും പഴക്കം ചെന്നതും ധാരാളം ശാഖയുള്ളതുമായ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. നിക്ഷേപം സ്വീകരിക്കൽ, വായ്പ നൽകൽ, ലോക്കർ സൗകര്യം, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഓൺലൈൻ ബാങ്കിംഗ് എന്നീ സേവനങ്ങൾ ഇടപാടുകാർക്ക് ലഭ്യമാക്കുന്നു. വാണിജ്യ ബാങ്കുകളെ പൊതുമേഖലാ ബാങ്കുകൾ എന്നും സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നും രണ്ടായി തരംതിരിക്കാം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI എന്ന് പറയുന്നത്. ഇനി എന്താണ് പൊതുമേഖലാ ബാങ്കുകൾ, എന്താണ് സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നവിടെ പറയുന്നുണ്ട്. പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് പൊതുമേഖലാ ബാങ്കുകൾ അഥവാ യൂണിയൻ ബാങ്ക്, കനറ ബാങ്ക്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് സ്വകാര്യ ബാങ്കുകൾ. അപ്പോൾ ഈ ബാങ്കുകൾ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിന് വിധേയമാണ്. അഥവാ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഇതൊക്കെ എന്താണ്? സ്വകാര്യ മേഖലാ ബാങ്കുകളാണ്. അപ്പോൾ കനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് അതൊക്കെ പൊതുമേഖലാ ബാങ്കുകളുമാണ്. ഇനി സഹകരണ ബാങ്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. കർഷകർക്കും കൈത്തൊഴിലുകാർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബാങ്കുകളാണ് സഹകരണ ബാങ്കുകൾ. ഇവിടെ സ്വയം സഹായവും പരസ്പര സഹായവും പ്രോത്സാഹിപ്പിക്കുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക, നിക്ഷേപം വർദ്ധിപ്പിക്കുക, സ്വകാര്യ പണമിടപാടുകാരുടെ ചൂഷണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നിവയാണ് സഹകരണ ബാങ്കുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കേരള സർക്കാർ രൂപീകരിച്ച കേരള ബാങ്ക് അത്തരത്തിലുള്ള ബാങ്കാണ്. ഗ്രാമീണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളെ റൂറൽ സഹകരണ ബാങ്കുകളെന്നും നഗരപ്രദേശങ്ങളിലെ പ്രവർത്തിക്കുന്നവയെ അർബൻ സഹകരണ ബാങ്കുകളെന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ സഹകരണ ബാങ്കുകളും 2 വിധത്തിലാണുള്ളത്. ഒന്ന് റൂറൽ സഹകരണ ബാങ്ക്, മറ്റൊന്ന് അർബൻ സഹകരണ ബാങ്ക്. ഇനി കേരള ബാങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. കേരള സർക്കാർ രൂപീകരിച്ച ഒരു സഹകരണ ബാങ്കാണ് കേരള ബാങ്ക്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ആണ് കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംസ്ഥാന സഹകരണ ബാങ്കും ജില്ലാ സഹകരണ ബാങ്കുകളും സംയോജിപ്പിച്ചാണ് കേരള ബാങ്ക് രൂപീകരിച്ചത്. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ഇനി അടുത്ത 3ാമത്തെ ബാങ്ക് ഏതാണ്? വികസന ബാങ്കുകളാണ് അല്ലേ. വ്യവസായ, വാണിജ്യ, കാർഷിക രംഗങ്ങളിൽ ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ. ഉദാഹരണം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ IFCI എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അതുപോലെ ദേശീയ ഗ്രാമീണ ഗ്രാമവികസന ബാങ്ക്. ഓക്കെ,
അപ്പോൾ വിവിധതരം ബാങ്കുകളും അവയുടെ ഇതും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പാനൽ ചർച്ച നിങ്ങളടുത്ത് സംഘടിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് അതിൽ പറയാൻ വേണ്ടി സാധിക്കും. അടുത്തതായിട്ട് ബാങ്കിങ് മാറുന്ന മുഖം എന്നുള്ള ഒരു ടോപ്പിക്കാണ് വരുന്നത്. ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ എന്തൊക്കെയാണ് UPI ട്രാൻസാക്ഷന്, അതുപോലെ തന്നെ കാർഡുകൾ അല്ലേ, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ATM അതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇത്തരം നൂതന സംവിധാനങ്ങളുടെ ഉപയോഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ, നമ്മൾ നിത്യജീവിതത്തിൽ ഇതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധുനിക കാലഘട്ടത്തിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. മാറുന്ന കാലത്തിനനുസരിച്ച് ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്ന നിരവധി സംവിധാനങ്ങൾ ബാങ്കുകൾ നടപ്പാക്കി വരുന്നു. ബാങ്കിൽ നേരിട്ട് പോയി ഇടപാടുകൾ നടത്തിയിരുന്ന കാലം മാറിയിരിക്കുന്നു. മൊബൈൽ ആപ്പുകൾ, ഇന്റർനെറ്റ് ബാങ്കിങ് എന്നിവയുടെ വരവോടെ ഇടപാടുകാർക്ക് വിവിധ ബാങ്കിങ് സേവനങ്ങൾ അനായാസം ലഭ്യമാകുന്നു. കയ്യിൽ പണം കരുതാതെയും പണമിടപാടുകൾ നടത്താൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ബാങ്കിങ് മാറിക്കഴിഞ്ഞു. അവ ഏതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, ATM, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാം. ATM നമ്മെ സഹായിക്കുന്നു. CDM, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ സൗകര്യം ഉപയോഗിച്ച് ഏത് സമയത്തും പണം നിക്ഷേപിക്കുവാനും നമുക്ക് കഴിയും. അടുത്തത് UPI ആണ്, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളെ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഡിജിറ്റൽ സംവിധാനമാണ് UPI. ബാങ്കിലോ ATMലോ പോകാതെ പണമിടപാടുകൾ നടത്താൻ ഈ സംവിധാനത്തിലൂടെ കഴിയും. ഏത് സമയത്തും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ പണം കൈമാറാം. QR കോഡ്, മൊബൈൽ ഫോൺ നമ്പർ, അക്കൗണ്ട് നമ്പർ എന്നിവ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താം. അടുത്തത് എന്താണ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്? രണ്ട് കാർഡ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്താണതെന്ന് നമുക്ക് നോക്കാം. പണമിടപാടുകൾ നടത്താൻ വേണ്ടി ബാങ്കുകൾ ഇടപാടുകാർക്ക് നൽകുന്ന കാർഡുകളാണ് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും. പണം കൈവശം കരുതേണ്ട എന്നാണ് ഇതിലൂടെ പണമിടപാടുകൾ ലഭിക്കുന്ന പ്രധാന സൗകര്യം. മാത്രമല്ല, എന്നാൽ അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ മാത്രമേ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ കഴിയൂ. അക്കൗണ്ടിൽ പണമില്ലെങ്കിലും ഇടപാടുകൾ നടത്താൻ കഴിയുന്ന കാർഡാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും രണ്ടാണ് നമുക്ക് മനസ്സിലായി അല്ലേ. അഥവാ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് അക്കൗണ്ടിൽ പണമില്ലെങ്കിലും നമുക്ക് പ്രവർത്തനം നടത്താൻ വേണ്ടി പറ്റും. ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് നിശ്ചിത ദിവസത്തേക്ക് ബാങ്കുകൾ പണം കടമായാണ് നൽകുന്നത്. സമയപരിധിക്കുള്ളിൽ പണം തിരികെ അടച്ചില്ലെങ്കിൽ ബാങ്കുകൾ പലിശ ഈടാക്കുന്നതാണ്. അപ്പോൾ ഒരു വായ്പ പോലെ തരുന്നത് തന്നെയാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇനി ഡിജിറ്റൽ ഉപകരണങ്ങൾ, കാർഡുകൾ ഉപയോഗിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്താവുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തിയെഴുതും. എന്തൊക്കെയാണ്? ബിൽ പേയ്മെന്റുകൾ, ഷോപ്പിംഗ് അല്ലെങ്കിൽ e-commerce, അതുപോലെ ബാങ്കിങ് ഇടപാടുകൾ, ടിക്കറ്റ് ബുക്കിംഗ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിജിറ്റൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ കാർഡുകൾ ഉപയോഗിച്ച് നടത്താൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി അടുത്തത് കരുതലോടെ ബാങ്കിങ്. ലോൺ ആപ്പുകൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ്. ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടി. ഓൺലൈൻ ട്രേഡിംഗ്, അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു. OTP കൈക്കലാക്കി പണം തട്ടിപ്പ്. വാർത്തകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്, നമുക്ക് വായിച്ചു. സൈബർ രംഗത്ത് ഇത്തരം തട്ടിപ്പുകൾ ഇന്ന് വ്യാപകമാണ്. ഇവ തിരിച്ചറിയുന്നതിനും പ്രതിരോധിക്കുന്നതിനും സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ പരിചയപ്പെടാം. ഒന്ന്, ATM പിൻ, OTP എന്നിവ പങ്കുവെക്കരുത്. സംശയാസ്പദമായ ഓൺലൈൻ ലിങ്കുകൾ തുറക്കാതിരിക്കുക. അക്കൗണ്ട് വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഫോൺ സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരിക്കുക. ATM പിൻ ഫോണിൽ സൂക്ഷിക്കാതിരിക്കുക. ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക. പാസ്വേഡ് ഇടയ്ക്കിടെ മാറ്റുക. ഇതൊക്കെ ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ നിന്നും എടുക്കേണ്ട മുൻകരുതലുകൾ ആണ്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതിപ്പെടുന്നതിന് ഹെൽപ്പ് ലൈൻ സംവിധാനങ്ങൾ നിലവിലുണ്ട്. 1930 നമ്മൾ വിളിക്കേണ്ടത്. അപ്പോൾ ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാനായി ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ അതൊന്ന് ചെയ്തു നോക്കുക. ഇനി ബാങ്കുകളുടെ രൂപീകരണം മുതൽ ഡിജിറ്റൽ ബാങ്കിംഗ് വരെയുള്ള നൂതന സങ്കേതങ്ങൾ നാം പരിചയപ്പെട്ടല്ലോ. സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിൽ ബാങ്കുകൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ച ബാങ്കിംഗ് സേവനങ്ങളും പണമിടപാടുകളും കൂടുതൽ സുഗമമായിരിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ബാങ്കിംഗ് സേവനങ്ങൾ പ്രാപ്യമാക്കുന്നതിന് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. വർത്തമാനകാലത്ത് ബാങ്കിംഗ് ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ബാങ്ക് തുടങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന ഡിജിറ്റൽ ഒരു ബാങ്കിങ്ങിലേക്കും അതിന് നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പാഠഭാഗത്ത് നോക്കി. ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. നമ്മൾ പ്രവർത്തനങ്ങൾ നോക്കി. തുടർ പ്രവർത്തനങ്ങൾ നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. അടുത്തത് 12ാമത്തെ പാഠഭാഗം അവസാനത്തേതാണ്. ജപ്പാൻ ചരിത്രവും വർത്തമാനവും എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.